നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുനാഥന്റെ നമ്മോടുള്ള ആഹ്വാനത്തിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതം തന്നെ പ്രഘോഷണമായി മാറണമെന്ന ധ്വനി അതിലുണ്ട്. സഭയുടെ അടിസ്ഥാനപരമായ നിയോഗവും അതുതന്നെയാണ്. ഓരോ സഭാംഗങ്ങളും സഭാ സംവിധാനങ്ങളും ആയിരിക്കുന്ന മേഖലകളിലും പശ്ചാത്തലങ്ങളിലുമെല്ലാം സുവിശേഷത്തിനായി നിലകൊള്ളേണ്ടതുണ്ട്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകകളായി ജനഹൃദയങ്ങളിൽ സ്ഥാനം കണ്ടെത്തേണ്ടതുണ്ട്. സംസ്കാരങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. മതേതര രംഗങ്ങളിലെ പ്രവർത്തനങ്ങളും സഭയുടെ പരോക്ഷമായ ഉത്തരവാദിത്തങ്ങളായി മാറുന്നത് അങ്ങനെയാണ്. ഒട്ടേറെ അവശ്യ മേഖലകളിലേക്ക് സഭയിലൂടെ ക്രിസ്തുവിൻ്റെ മുദ്ര പതിപ്പിച്ച ഏറെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരുണ്ട്. അവരുടെ ശക്തമായ ഇടപെടലുകൾ സുവിശേഷത്തിൻ്റെ സന്തോഷത്തെ ലോകമെങ്ങും നിറയ്ക്കുന്നു. മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ വിവരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതനാണ്. ഓരോ കാലത്തും തനിക്കുമേലുള്ള ദൈവനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഏറ്റവും വിശ്വസ്തയോടെ ജീവിതം കൊണ്ട് അതിനോട് പ്രത്യുത്തരിച്ച ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഈ ശുശ്രൂഷകൻ ഇന്നും ഒരു ചെറുപ്പക്കാരനെ വെല്ലുന്ന ഊർജ്ജസ്വലതയോടെ തൻ്റെ കർമ്മരംഗങ്ങളിൽ മുന്നേറുന്നു. 1973 മുതൽ 1990 വരെയുള്ള 17 വർഷക്കാലം തലശ്ശേരി അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജരായി സേവനമനുഷ്ഠിച്ചിരുന്ന ചാലിലച്ചൻ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആ മേഖലയെ അതിശക്തമായി സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. എല്ലാ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും വേദനകൾക്കും മീതെ തൻ്റെ കരം താങ്ങുവാനായുണ്ടെന്ന ബോധ്യം അദ്ദേഹത്തിന് ദൈവം പകർന്നു നൽകിയത് ഏറെ അനുഭവങ്ങളിലൂടെ തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരമുണ്ടെന്നും ദൈവത്തിൻ്റെ കരബലം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ലെന്നും അവിടുന്ന് അദ്ദേഹത്തെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മദ്യനിരോധന രംഗത്തെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ പഴക്കമുണ്ട്. ഈ നാട്ടിൽ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും മദ്യാസക്തി വരുത്തിയ അപജയങ്ങൾ മനസ്സിലാക്കിയ ഏറെ പിതാക്കന്മാരും വൈദികരും മനുഷ്യസ്നേഹികളും കാലങ്ങളായി മദ്യത്തിനെതിരായി അണിനിരന്നിരുന്നു. ധാർമ്മികതയുടെയും സാമ്പത്തിക മേഖലയുടെയും തകർച്ചയ്ക്കും കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിനും കാരണമാകുന്ന രീതിയിൽ ഒരു സാമൂഹിക ദുരന്തം തന്നെയായി മാറിയ മദ്യാസക്തിക്കെതിരെ ഇത്തരത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഏറെ ഫലപ്രദമായിരുന്നു. ആദ്യകാലം മുതൽ ഈ മേഖലയിൽ ചാലിലച്ചൻ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. തൻ്റെ ചെറുപ്പകാലം മുതൽ മദ്യത്തിനെതിരായി ചിന്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മദ്യത്തിനെതിരായ ഉറച്ചൊരു സന്ദേശം തന്നെയാണ്. ഞാൻ എൻ്റെ കൊച്ചിടവയിലായിരുന്ന രാമൂരിടവയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു കള്ളുഷാപ്പിന് മുമ്പ് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ എപ്പോഴും ബഹളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞങ്ങളോട് ഒരു ഭക്തിയായിട്ടുള്ളൊരു സ്ത്രീ അങ്ങോട്ട് പറയും, ഇതിലേ പോകുമ്പോഴെപ്പോഴും ഒരു സ്വർഗസ്ഥനായ പിതാവെ ചെല്ലണം, ഈ കള്ളുഷാപ്പ് ഇവിടുന്ന് ഇല്ലാതാകാൻ വേണ്ടിയിട്ട്. ഞാനങ്ങ് മിക്കവാറും ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനൊക്കെ ആയി വൈദികനായി കുറച്ച് കഴിഞ്ഞപ്പം ആ കള്ളുഷാപ്പ് അവിടെ ഇല്ല. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. എന്നാലും പ്രാർത്ഥന, അന്നത്തെ പ്രാർത്ഥനയുടെ ഫലം, അന്ന് അതുപോലെ വേറെ പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. ഏതായാലും അത് പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവായിട്ട് അതൊക്കെ എനിക്ക് തോന്നുകയാണ്. മദ്യവർജന പ്രസ്ഥാനം നമ്മുടെ തലശ്ശേരി രൂപതയിൽ ഏറ്റവും ശക്തമായത് തലശ്ശേരി രൂപതയുടെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് വള്ളൂപ്പള്ളി പിതാവ് മദ്യവർജന വർഷമായിട്ട് പ്രഖ്യാപിച്ച കാലം മുതലാണ്. 1978. അതിന് മുമ്പ് തന്നെ
ഞാൻ ഈ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അന്ന് കാസർഗോഡ് മേഖലയിൽ ഈ ദൗത്യം പ്രത്യേകിച്ച് പ്രചരിപ്പിക്കുവാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. കാരണം എനിക്ക് അവിടെയുള്ള എല്ലാ മേഖലകളും അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കാസർഗോഡിലെ എല്ലാ ഇടവുകളിലും പോയിട്ട് കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ നമ്മുടെ സ്കൂളുകളിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും സ്കൂളുകൾ തോറും നല്ല വെട്ടം തോമസിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന്, തോമസ് സാറിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക, ലഹരി വിരുദ്ധ പ്രഭാഷണം വളരെ മനോഹരമായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ ലഹരിക്കെതിരായിട്ടുള്ളൊരു പാഠപുസ്തകവും നോൺ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് മോറൽ ഇൻസ്ട്രക്ഷനോട് കൂടി കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങളൊരു മോറൽ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കാനായിട്ട് കുറേ ആളുകളെ കൊണ്ട് ലേഖനം എഴുതിച്ചു. അതിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഫാദർ വടക്കൻ മനോഹരമായിട്ടുള്ളൊരു ലേഖനം എഴുതി തന്നായിരുന്നു. ഞങ്ങൾ പലരാൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് സ്കൂളുകളിൽ അതിൻ്റെ പേരിലായിരിക്കും എനിക്കൊരു അവാർഡും കിട്ടി. പാറയ്ക്കൽ കോർപ്പിസ്കോപ്പ മെമ്മോറിയൽ അവാർഡ് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അടുത്ത കാലത്താണ് കിട്ടിയത്. ആയിരത്തി 1997 മുതലുള്ള 17 വർഷക്കാലം ബഹുമാനപ്പെട്ട ചാലിലച്ചൻ തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറലായിരുന്നു. തൻ്റെ മുൻ പ്രവർത്തന വീഥികളുടെയും ബോധ്യങ്ങളുടെയുമെല്ലാം വെളിച്ചത്തിൽ സ്തുത്യർഹമായ രീതിയിൽ ആ വലിയ ഉദ്യമവും വിജയകരമായി പൂർത്തിയാക്കിയ ചാലിലച്ചൻ ആ കാലത്ത് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ അനവധിയാണ്. നന്മ ചെയ്ത് ചുറ്റി നടന്ന ഈശോയെ മാതൃകയാക്കി തൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ വ്യാപരിച്ചിരുന്ന ചാലിലച്ചൻ്റെ ശുശ്രൂഷാ ജീവിതം എക്കാലവും പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വികാരി ജനറലായിരുന്ന കാലയളവിലും അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ പതിഞ്ഞിരുന്ന ഒരു മേഖലയായിരുന്നു വിദ്യാഭ്യാസ രംഗം. നന്മ ചെയ്ത് ചുറ്റി നടന്ന യേശു എൻ്റെ ഒരു വലിയ മോഡലാണ്. അപ്പോൾ നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഉന്നത വിദ്യാഭ്യാസം വളരെ നമ്മുടെ ശുഷ്കമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെല്ലാം വളരെയേറെ കോളേജുകളൊക്കെ തുടങ്ങുകയും ഇവിടെ നിന്നും പോകുന്ന ആളുകളെ ശരിക്കും ചൂഷണം ചെയ്യുന്ന നിലപാടുകൾ വർഷങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഒരിക്കലും ഇതിന് അനുകൂലമായിട്ട് തീരുമാനമെടുത്തിരുന്നില്ല. അപ്പോൾ എനിക്കിതൊരു വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ നമ്മുടെ രൂപത്തിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഞങ്ങളുണ്ടാക്കി. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് 1997, 98, 99 ആ വർഷങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് വളരെ തകർച്ചയായിരുന്നു. കാർഷിക രംഗം വളരെ തകർന്ന് കർഷകരുടെ കാശില്ല. അപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു പുതിയ ആശയം, നമ്മളൊരു കുടിയേറ്റം മലബാറിലേക്ക് നടത്തി. അത് കാർഷിക രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി. ഇനി കാർഷിക രംഗം കൊണ്ട് നമുക്ക് മുന്നേറാൻ പ്രയാസമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അന്ന് ആവിഷ്കരിച്ച ഒരു കാര്യമാണ് ഒരു 2ാം കുടിയേറ്റം. ഈ 2ാം കുടിയേറ്റം ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്കായിരിക്കണം. അതാണ് നാടിന് ഇനിയിപ്പം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അതിലൂടെ മാത്രമേ നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. ആ കാലഘട്ടത്തിലാണ് വികാരി ജനറലായിരുന്ന ചാലിലച്ചൻ്റെ മനസ്സിൽ മറ്റൊരാശയം ഉയർന്നു വന്നത്. പിൽക്കാലത്ത് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ ശക്തമായി സ്വാധീനിക്കത്തക്കതായ ശക്തമായൊരാശയം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തനതും മൂല്യാധിഷ്ഠിതവും സാധാരണക്കാർക്ക് പ്രാപ്യമായതുമായൊരു സ്ഥാപനത്തെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിലുദിച്ച ആശയമാണ് പിൽക്കാലത്ത് പ്രശസ്തമായ ചെമ്പേരിയിലെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് രൂപം നൽകിയത്. അന്ന് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനം
IAS, അദ്ദേഹം ചെറുപുഴ വന്ന് നമ്മുടെ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ കുടിയ മലബാർ തലശ്ശേരി രൂപതയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി ചിന്തിച്ചുകൂടാ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ മുന്നോട്ട് വരിക, ഞാൻ ഇപ്പോൾ എഡ്യൂക്കേഷനൊക്കെ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ശരി. പിന്നെ വടക്കേ മുറി അച്ഛനുണ്ടായിരുന്നു. അച്ഛന് ഈ കാഞ്ഞിരപ്പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛനൊക്കെ കൂടെ കൂടി അവർ എഞ്ചിനീയറിംഗ് കോളേജിനെ ഏകദേശം പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഞാൻ അവരൊക്കെ ആയിട്ട് ആലോചിച്ച്, നമുക്ക് ചിന്തിക്കാൻ മേലാത്തൊരു കാര്യമാണ്, എങ്കിലും ഒരാഗ്രഹം എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചു. നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ, കാരണം എഞ്ചിനീയറിങ്ങിനെ പറ്റി നമുക്ക് യാതൊരു വിവരവും ഇല്ല, അതിൻ്റെ ചിലവിനെ പറ്റിയോ ഒന്നും. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം ഞങ്ങൾ ആദ്യം അച്ഛന്മാരുടെ മീറ്റിംഗ് കൂടി. ആദ്യം കൗൺസിലേഴ്സ് മീറ്റിംഗ് അവർ തള്ളിക്കളഞ്ഞു. ഫൊറോന വികാരിമാരെ വിളിച്ചു, അവരും തള്ളിക്കളഞ്ഞു, കാരണം ആര് പൈസ ഉണ്ടാക്കും. അതിനുശേഷം വൈദിക സെനറ്റ് വിളിച്ചു, അവരും തള്ളിക്കളഞ്ഞു. പിന്നെ അച്ഛന്മാരുടെ എല്ലാം കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിലും തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ അച്ഛന്മാർ, കാരണം അവർ നോക്കുന്നത് ആരെയും പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ രണ്ടാമതൊരു പരിശ്രമം എന്നുള്ള നിലയിലാണ് ഓരോ സെൻറ്ററുകളിൽ അച്ഛന്മാരെയും അൽമായരായിട്ടുള്ള കുറച്ച് പേരെ കൊണ്ട് വിളിക്കുക, ഈ പ്രത്യേക വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അൽമായർ മുന്നിട്ട് നിന്നുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വേണം വേണം വേണമെന്ന് പറഞ്ഞുള്ള ഒരു നിലപാടെല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും അതൊരു ആശയമായി. അപ്പം പിന്നെ എങ്ങനെ പൈസ ഉണ്ടാകും? അപ്പോൾ അതിനൊരു പെട്ടെന്നൊരു ചിന്ത വന്നതാണ്, ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു പൈസ ഇല്ലായിരുന്നു. കോർപ്പറേറ്റിൻ്റെ ചില പൈസ കൊണ്ടൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വികാരി എന്താണെന്നുള്ളതിൽ രൂപതയിൽ നിന്നൊക്കെ ചില പൈസ കൊണ്ടൊക്കെയാണ് അതിനുള്ള അത്യാവശ്യ ചിലവുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ആലോചിച്ചിട്ട് എല്ലാം വലിയ വലിയ തോളേപ്പറ്റി ചിന്തിച്ചത്, അതൊന്നും നടപ്പില്ലാന്ന് തോന്നി. അവസാനം ഒരു സാറ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5000 രൂപ എടുക്കുന്ന കുറേ പേരുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു 5000 രൂപ തരുന്നു. അന്നത്തെ മീറ്റിങ്ങിൽ തന്നെ 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 75,000 രൂപ റെഡി കിട്ടി. അപ്പോൾ ഇത് തിരക്കേടില്ലാത്ത പരിപാടിയാണ് എന്ന് തോന്നി. അങ്ങനെ ആകുമ്പോൾ ഇത് എവിടെ നിന്നാണ് പൈസ വിരിക്കുക? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനിപ്പോൾ അധ്യാപകരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും, അതുകൊണ്ട് പിറ്റേ ദിവസം പോലെ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഡ്രൈവറേയും ഒരു ജീപ്പും വിട്ടു തന്നിരിക്കുന്നു. അച്ഛൻ പോയി പൈസ പിരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കോട്ടഗിരിയിൽ അവിടുത്തെ വിചാരിച്ചനും കണ്ടം മാത്യു സാറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് പോയി. അന്ന് 1.5 ലക്ഷം രൂപയുടെ ഓഫർ കിട്ടി. ഒരു 15,000 രൂപ 20,000 30,000 രൂപ കാശും കിട്ടി. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ എടൂർ പോയി. ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ ഓഫർ കിട്ടി. എടൂർ പിന്നെയും വലിയ ഇടവായതുകൊണ്ട് അടുത്ത ദിവസം അത് 3 ലക്ഷമായി. അങ്ങനെ വർദ്ധിച്ച് ഓരോ ഇടവുകളിൽ ഓരോ ദിവസം രാവിലെ പോകും, രാത്രി 1 മണി വരെ 2 മണി വരെയൊക്കെ വീടുകളൊക്കെ ആയി ഇറങ്ങും. എല്ലാവരും രാത്രിക്ക് വിളിച്ചേൽപ്പിച്ച്, പിന്നെ എൻ്റെ പരിചയമുള്ള അധ്യാപകർക്കും സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് ആരും ദേഷ്യപ്പെടുകയൊന്നുമില്ല. അങ്ങനെ കുറേ നല്ല ആളുകൾ നമ്മുടെ അടുത്ത് കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്ന എല്ലായിടത്തും തന്നെ. അങ്ങനെ നമുക്കൊരു 70-80 ലക്ഷം രൂപയുടെ ഓഫർ കിട്ടി. കൈ കിട്ടിയത് 2-3-4 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ പിതാവിൻ്റെ എടുക്കുകയാണ്. ഇതാ നമുക്ക് ഒരു 1 കോടി രൂപയെങ്കിലും കിട്ടും. പിന്നെ നമുക്കൊരു സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും രൂപതയ്ക്ക് സ്ഥലമുണ്ടല്ലോ. രൂപത ഇപ്പം ചെമ്പേരിലാണെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് കുറച്ച് വിട്ടു തരികയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവസാനം ചെമ്പേരിലെ സ്ഥലം പല സ്ഥലത്തു നിന്ന് ഓഫർ വന്നു. ചെമ്പേരി വൃദ്ധമന്ദിരത്തിന് വേണ്ടി രൂപതയിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അത് 20 ഏക്കർ സ്ഥലം, 21 ഏക്കർ ഉണ്ടായിരുന്നത് 22 ഏക്കർ. പക്ഷേ അതിൽ 18ൻ്റെ രേഖ കണ്ടുള്ളൂ. ആ 18 ഏക്കർ എഴുതി. ഇവിടുത്തെ വിചാരിച്ചൻ നമ്മുടെ നരിപ്പാറയച്ചനായിരുന്നു. നരിപ്പാറയച്ചൻ വലിയ സഹകരണമായിരുന്നു. അപ്പം നരിപ്പാറയച്ചനും കൂടെ കൂടിയപ്പോൾ ഇവിടെ ചുറ്റുപാട് ഞങ്ങൾ ഓരോരുത്തരെ കണ്ട് ചുറ്റുപാടുള്ളവർ എല്ലാം കൂടെ ഒരു 25 ഏക്കർ സ്ഥലം വേണം, ഒറ്റ പ്ലോട്ടായിരിക്കണം. ഒരു 25-27 ഏക്കറിൻ്റെ ഒരു പ്ലോട്ടാക്കി പ്ലോട്ടാക്കി. അങ്ങനെ ഏതായാലും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യമായി. ചാലിലച്ചൻ്റെ മനസ്സിൽ ഓരോ കാലങ്ങളിലും ദൈവം പകർന്നു നൽകിക്കൊണ്ടിരുന്ന നൂതനങ്ങളായ ആശയങ്ങൾ കാലത്തിനും ദേശത്തിനും യുക്തമായവയും ആയിരുന്നു. ഇത്തരം ഉദ്യമങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുന്നതിനെക്കുറിച്ച് മാനുഷികമായി ചിന്തിച്ചാൽ പലപ്പോഴും ദുഷ്കരമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം വലിയ വിജയങ്ങളായി തീർന്ന ചരിത്രങ്ങളാണ് അവയ്ക്കെല്ലാം ഉള്ളത്.
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. മാനുഷികമായ തീരുമാനങ്ങളും വിലയിരുത്തലുകളുമെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം വളർത്തിക്കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് അതിൻ്റേത്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായവും തനിക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു. അന്നത്തെ ഞങ്ങളുടെ ധാരണ ഇരുന്നത് ഒരു 6 കോടി രൂപയുണ്ടെങ്കിൽ കോളേജ് തുടങ്ങാം, പിന്നെ പിള്ളേരുടെ ഫീസുകളിലൊക്കെ പിന്നെ കുറേശ്ശെ വളർത്താമെന്ന്. പക്ഷേ 12 കോടി രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടും നമുക്ക് ഒരിടത്തു നിന്ന് എത്താൻ പറ്റിയില്ല. നമ്മുടെ കണക്കൂട്ടിലൊക്കെ ഉദ്ദേശിച്ചുപോലെ നടന്നില്ല. എങ്ങനെയായാലും ശരി, ഒരു വലിയ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിത് ഈ കോളേജിൻ്റെ ഈ പ്രോജക്റ്റ് തുടങ്ങിയത് അത് പൂർണ്ണമായിട്ട് ചെമ്പേരി മാതാവ് ഒരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ മാതാവിനോടുള്ള ഭക്തി ഉണ്ട് പണ്ട് മുതലേ. അപ്പോൾ മാതാവിനെ ഇത് സമർപ്പിച്ചു. വിമൽ ജ്യോതി എന്നുള്ള പേരും കൊടുത്തു. അതിന് വേറെ ആരും പറഞ്ഞത് ഞാൻ തന്നെ അങ്ങോട്ട്, കാരണം വിമല എസ്റ്റേറ്റാണ്. അപ്പോൾ അത് ആ വിമൽ ജ്യോതി ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മാതാവും കയ്യിലെ ഉണ്ണിയും കൂടിയാണ്. ജ്യോതി ഉണ്ണിയായിട്ടും, അപ്പോൾ മാതാവ് ഉണ്ണിയും കൂടെ നോക്കിയാൽ ആ ഉണ്ണിയെ സംരക്ഷിച്ചതുപോലെ ഈ കോളേജിനെ സംരക്ഷിക്കണം എന്നുള്ള നിലയിൽ മാതാവിനത് പൂർണ്ണമായിട്ടും ഫലമേൽപ്പിച്ചു. പിന്നെ എല്ലാം ഒരു അത്ഭുതം പോലെയായിരുന്നു ഓരോ കാര്യവും. വെള്ളം, ഈ പ്രദേശത്തെ വെള്ളമില്ല എന്നുള്ളത് ഇതിനു മുമ്പുള്ള എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങ് തുടങ്ങി. ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ച സ്ഥലത്ത് നോക്കിയപ്പം വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു. അവിടെ ഒരു കിണർ കുഴിച്ച്, ഒരു കുഴൽക്കിണറുണ്ടാക്കി, ഇഷ്ടം പോലെ വെള്ളം. അങ്ങനെ കുറേശ്ശെ വളർന്ന് പിന്നെ ആ വർഷം കോളേജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല. എങ്ങനെയായാലും ശരി, പല നിലകളിൽ ആരൊക്കെയോ ഞാൻ പറയുന്നത്, എൻ്റെ വിചാരം ഇതാണ്, മാതാവ് ഒരു അത്ഭുതം തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ആദ്യത്തെ ലിസ്റ്റിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്. ഒരുപക്ഷെ ഞാൻ വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ കോളേജൊന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിച്ച സഹകരണം കിട്ടിയില്ലല്ലോ. ഏതായാലും ഭാഗ്യത്തിന് ആദ്യത്തെ ലിസ്റ്റിൽ ഈ കോളേജിൽ പേരുണ്ടായി. അതൊരു വലിയ ആശ്വാസമായി. പക്ഷേ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ കൂടി ഒരുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികം തീരെയില്ല. കോളേജ് ഒരു വിധത്തിലങ്ങ് തുടങ്ങാനുള്ള ഓർഡറൊക്കെ അതിനുള്ള അസൗകര്യങ്ങൾ, സാമ്പത്തിക വലിയ പ്രതിസന്ധിയായി. എല്ലാവരും പിന്നെ കോളേജങ്ങ് തുടങ്ങി കുറച്ചങ്ങ് പ്രവർത്തനം അതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഭയങ്കര കടം. പിന്നെ ഞാൻ രൂപത കേന്ദ്രത്തിൽ നിന്നും മാറി നിൽക്കുന്നതുകൊണ്ട് പിതാവിനെ വേണ്ടത്തിൽ അവിടെ സഹായിക്കാനോ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ എനിക്ക് പലപ്പോഴും കഴിയാതെയും പോയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ സാവകാശം എനിക്കൊരു ഒറ്റപ്പെടുന്ന ഒരു പ്രീതി. അപ്പോൾ ഒരു വലിയ ദുഃഖം, ആരോടും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. കടം, കുട്ടികൾ വേണ്ടത്രയില്ല, കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, രൂപതയിൽ നിന്ന് ഇത് തൽക്കാലം രാജിവെച്ച് ഏതെങ്കിലും രഹസ്യമായിട്ടുള്ള സങ്കേതത്തിൽ പോയി പിന്മാറാവുന്ന, വിശ്രമിക്കാവുന്ന. അതെ, ഇത്രയും വലിയ ഒരു വിഷമമുണ്ടായി. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വിഷയം അറിയാതെ ഇപ്പോൾ 1-2 പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു വിഷയം പിതാവിനൊന്നും ആർക്കും ഒന്നും അറിയത്തില്ല കേട്ടോ. ചുരുക്കം എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കൾക്കറിയാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം ചുമ്മാ, എനിക്ക് ആരും തന്നെ പ്രോത്സാഹനം തരുന്നില്ല. സുഹൃത്തുക്കളുണ്ട്, മറ്റാരും ഈ കടമെല്ലാം കൂടെ രൂപതയെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള അത് ശരിയാണ്. എനിക്കും ഉണ്ടാ ഭയം. കുട്ടികളും വേണ്ടത്ര വരുന്നത് ഇവിടെ. അന്ന് ഈ ചെമ്പേരിക്കാർ പോലും ഒരാൾ ചേരുന്നില്ല എൻ്റെ അകത്ത്. ചേരുന്നതെല്ലാം പുറമേ നിന്ന് വന്നിട്ടുള്ളവരേ ഉള്ളൂ. ആദ്യത്തെ 1-2 വർഷങ്ങൾ കുട്ടികളില്ലായിരുന്നു. കടമെടുക്കാനും പറ്റില്ല. അന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റ ആളുണ്ട്, അത് പാലായിലെ പള്ളിക്കപ്പുറം പിതാവ്. ഏതായാലും ശരി, ആ പ്രതിസന്ധികളെല്ലാം മാറി കോളേജിലേക്ക് കുട്ടികൾ കൂടുതൽ വരാൻ തുടങ്ങി. നമുക്ക് യഥാസമയത്തിൽ പലർക്കും പ്രിൻസിപ്പലിനെ കിട്ടാൻ വിഷമമായിരുന്നു. നമുക്ക് നല്ല പ്രിൻസിപ്പൽമാരെ കിട്ടി, നല്ല സഹപ്രവർത്തകരെ കിട്ടി. കോളേജ് സാവകാശം നല്ല പേരിലേക്ക് വന്നു. കുട്ടികൾ ധാരാളമായി. ഗവൺമെൻറ് ഒരു 4 വർഷം മുമ്പ് മറ്റൊരു കണക്കെടുത്തു.
കേരളത്തിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളെല്ലാം പരാജയമെന്നും പറഞ്ഞുള്ള ചില റിപ്പോർട്ടിൽ വന്നപ്പോൾ ഒരു കണക്കെടുത്തപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ എല്ലാം തന്നെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതായിട്ടും കുറേ ചിലതൊക്കെ കാണും അത്ര ശരിയാകാത്തത്. തന്നെയുമല്ല, അന്ന് ഒരു കണക്കെടുത്തപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, കോപ്പറേറ്റീവ്, പ്രൈവറ്റ് എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് ഇത്രയും കോളേജുകളുടെ പഠനം നടത്തിയപ്പോൾ അതിൽ 7ാമത്തെ റാങ്കിൽ വിമൽ ജ്യോതി വന്നു. ആയിരത്തി 1887 നിധീരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ മലയാള പത്രമായ ദീപികയുടെ ചരിത്രം കേരളത്തിൻ്റെയും മലയാളിയുടെയും കൂടി ചരിത്രമാണ്. സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചും മലയാളിയുടെ തനതായ പൈതൃകത്തെ സംബന്ധിച്ചും ചിന്തിക്കുമ്പോഴും മാറ്റി നിർത്താനാവാത്തൊരു സ്ഥാനം എന്നും കേരള കത്തോലിക്കാ സഭയുടെ അഭിമാനം കൂടിയായ ഈ പത്രത്തിനുണ്ട്. ഈ കാലഘട്ടം മാധ്യമരംഗത്തെ മൂല്യച്യുതികളും തെറ്റായ പ്രവണതകളും കൊണ്ട് കലുഷിതമാകുന്ന സവിശേഷമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ദീപിക എന്ന മാധ്യമത്തിനുള്ള പ്രസക്തി വളരെ വലുതാണ്. കേരള കത്തോലിക്കാ സഭയ്ക്കും മലയാളി സമൂഹത്തിനും ഒരുപോലെ അനിവാര്യമാണ് ദീപികയുടെ നിലനിൽപ്പ്. ഈ യാഥാർത്ഥ്യത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട പിതാക്കന്മാരുടെ തീരുമാനമനുസരിച്ചാണ് 2012 ബഹുമാനപ്പെട്ട ചാലിലച്ചൻ ദീപികയുടെ ചെയർമാനും MD-യുമായി സ്ഥാനമേൽക്കുന്നത്. CBCI ചെയർമാൻ കൂടിയായ കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമീസ് തിരുമേനിയുടെയും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെയും പ്രത്യേകമായ ഇടപെടലുകളെയും പിന്തുണയെയും അച്ഛൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ദീപിക നമ്മുടെ ആളുകളെ ഒന്നിപ്പിക്കുന്നതും സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തെ വ്യാഖ്യാനിച്ച് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും വ്യാഖ്യാനിച്ച് മനുഷ്യർക്ക് ശരിയായിട്ട് ദിശാബോധം നൽകുന്ന ഒരു പത്രമാണ് എന്നുള്ള ആ ബോധ്യം എനിക്കുണ്ട്. അതനുസരിച്ചാണ് ദീപി ഇന്നുവരെ പ്രവർത്തനം. അതിൻ്റേതായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായി നടത്തുന്നൊരു പത്രമാണത്. അത് നമ്മുടെ ഇന്ന് കുറച്ച് നാൾ കൈവിട്ട് പോയപ്പോൾ ഉണ്ടാകുന്ന വിഷമം വളരെയധികം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ പിതാക്കന്മാർക്കെല്ലാം കത്തെഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ഇതിൻ്റെ ഡയറക്ടറായിരുന്നിട്ടുണ്ട്. കമ്പനി ആയപ്പോഴതിന് ശേഷം ഞാൻ എൻ്റെ ഇടവുകളിൽ കാസർഗോഡ് പോലും അവിടെ വളരെ പ്രയാസമായിരുന്നു 40 പത്രം എൻ്റെ തന്നെ ഉത്തരവാദിത്തത്തിൽ വരുത്തി വിതരണം ചെയ്തിരുന്ന കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് കൈവിട്ട് പോയപ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം, അന്ന് ഞാനൊരു പ്രാവശ്യം നമ്മുടെ പിതാവിൻ്റെയും അവിടുത്തെ കുറച്ച് അച്ഛന്മാരുടെ മുമ്പിൽ ഒരിക്കലും ആരും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മളുടെ എസ്റ്റേറ്റ് വിറ്റിട്ടായാലും 1 കോടി രൂപ ദീപികയ്ക്ക് കൊടുക്കണമെന്ന്. എല്ലാവരും ഒരു തമാശയായിട്ട് എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായി എന്ന് ഞാൻ കാണുകയാണ്. 1 കോടി രൂപ തലശ്ശേരി രൂപതയുടെ വകയിലുണ്ടാക്കി ദീപികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി രൂപത മറ്റ് പല രൂപതകളും 1 കോടി രൂപയുടെ സഹായം ഇപ്പം കൊടുക്കുന്നുണ്ട്, ഷെയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ദീപിക നമ്മുടെ സമുദായത്തിന് വളരെ ആവശ്യമുള്ള പത്രം, നമ്മുടെ സമുദായത്തിന് മാത്രമല്ല മറ്റാളുകൾക്കും വേണ്ടിയിട്ടുള്ള സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. ഭരണാധിപന്മാർക്കുള്ള സന്ദേശമുണ്ട്. അത് ശരിക്കും ഒരു എല്ലാവർക്കും വിളിച്ചു നൽകുന്ന ഒരു പത്രമാണെന്നുള്ള കാര്യത്തിൽ ആ ദീപികയുടെ പേര് പോലെ തന്നെ അതിൻ്റെ ആദ്യകാലത്തെ അതിൻ്റെ നിധിരിക്കൽ മാണിക്കത്തനാരുടെയും അന്നത്തെ ആളുകളുടെ ആ ചിന്തയനുസരിച്ച് തന്നെ ആ പത്രം എപ്പോഴും പോകുന്നുണ്ട്. കുറവുകൾ ധാരാളമുണ്ട്. കാരണം നമ്മുടെ സമുദായം അതിനെ ഒരിക്കലും സ്വന്തമാക്കിയതുപോലൊരു തോന്നൽ എനിക്കില്ല. നമ്മുടെ സമുദായം, നമ്മളുടെ വൈദിക എല്ലാവരും ഒരുമിച്ച് ഇതിനെ സ്വന്തമായി കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും. ഇപ്പോഴേ എന്നെ യാദൃശ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ ഇത് ഏറ്റെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുണ്ട്. അതേസമയത്ത് എനിക്കതിനുള്ള ഒരു പ്രത്യേകിച്ച് 128 വർഷമായ ഒരു പത്രം, ധാരാളം പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്ത വിഷയം, ഒരു പ്രോജക്റ്റ് തന്നെയുമല്ല അതിലെ ജോലിക്കാരൊക്കെ ഒത്തിരി നാളും അതിൽ പരിചയിച്ചിട്ടുള്ളവരാണ്.
അപ്പോൾ എന്നെപ്പോലെ ഇതുവരെ ഇടവുകളും രൂപതയൊക്കെ ആയിട്ട് നടന്ന ഒരാളിനെ അവിടെ വിജയിക്കാവുന്നത്. പിന്നെ ഞാൻ ഏറ്റെടുത്തതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം, അതുകൊണ്ട് പരാജയപ്പെടുവോ വിജയിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. അനുസരണയുടെ പേരിൽ മാത്രം അത് ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട ചാലിലച്ചൻ്റെ ജീവിത വീഥികളിലൂടെ നടന്നു നീങ്ങിയാൽ അത് നമുക്ക് സമ്മാനിക്കുന്ന അനുഭവ തീഷ്ണത വളരെ വലുതാണ്. ജീവിതകാലമത്രയും ദൈവസ്വരം ശ്രവിച്ച് ദൈവഹിതത്തിനായി ജീവിച്ച ഒരു ശുശ്രൂഷകൻ. ആ ജീവിതത്തിലൂടെ ദൈവം ഈ ലോകത്തിന് സമ്മാനിച്ചത് ഒട്ടേറെ വലിയ കാര്യങ്ങളാണ്. പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിനായി നിലകൊള്ളാൻ തയ്യാറാകുമ്പോൾ ഒരാളെ ദൈവം അത്ഭുതകരമായി എടുത്തുപയോഗിക്കുമെന്നതിൻ്റെ ജീവിത സാക്ഷ്യമാണ് അദ്ദേഹം. ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം എത്ര വലിയ ഉത്തരവാദിത്തങ്ങളെയും തുടർന്നും ഏറ്റെടുക്കാനുള്ള സന്മനസ്സോടെ അച്ഛൻ തൻ്റെ ജീവിതയാത്ര തുടരുന്നു.